Hello guys, welcome back to Niksmojo. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഏതിന്റെ റിവ്യൂ? കാന്താര. ഒരുപാട് പേര് പറഞ്ഞു. കാരണം ഞാൻ ശരിക്കും പറഞ്ഞ ഈ കാന്താര മൂവി കാരണം ഹംബാലെ പ്രൊഡക്ഷൻ്റെ ആയതുകൊണ്ട് കാണണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മളെ KGF ഒക്കെ ആയതുകൊണ്ട് പ്രൊഡ്യൂസർ വന്നിട്ട് KGF തന്നെയാണ്. സോ ആ ഒരു ഇതിൽ കാണണമെന്ന് വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു വേണ്ട വാറ്റിച്ച് വരുമ്പോൾ കാണാമെന്ന്. അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേനും ആക്ടറിനെ കണ്ടപ്പോഴത്തേനും ആക്ടറിനെ അറിഞ്ഞൂടാ, കണ്ടിട്ടില്ലാത്തൊരു ആക്ടർ. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് കാണണോ വേണ്ട. അപ്പോൾ പിന്നെ അത് തന്നെ ഞാനത് സത്യം പറഞ്ഞ വിചാരിച്ചു OTT വരാൻ കാണാം, അങ്ങനെ കാണാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കാന്താര എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് 100ൽ എത്ര കൊടുക്കാം? എൻ്റെ പൊന്ന് ഋഷഭ് അണ്ണ, നിങ്ങൾ ഇത് എന്തോന്നുണ്ടാക്കി വെച്ചേക്കണത്. ഓ ഒരു രക്ഷയില്ലടേ, രക്ഷയില്ല എൻ്റെ അമ്മേ. രോമാഞ്ചം വരാൻ പോലും താമസിച്ചു ലാസ്റ്റ്. കാരണം രോമാഞ്ചം വരണോ വേണ്ടെന്നൊരു വന്നിട്ടില്ല. സത്യം എൻ്റെ ഒരു അവസ്ഥ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇരിപ്പായിരുന്നു ലാസ്റ്റ്. അല്ല, രോമാഞ്ചം വരാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞിട്ടൊക്കെ അവിടെ നിന്ന് ഞെരിവിരി ഉള്ളത് പറയില്ല. 11:30 ഷോയ്ക്കാണ് നമ്മൾ പോയത്. 11:30 ഷോയ്ക്ക് പോയിട്ട് 1:59 മുതൽ 2:04 വരെയുള്ള ആ ഒരു 5 മിനിറ്റ് സമയം, ആ 5 മിനിറ്റ് സമയം എൻ്റെ അമ്മോ, നിങ്ങൾ കിളച്ച് മറിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഋഷഭ്. ഒരു രക്ഷയില്ല സത്യം. നമ്മൾ ഒട്ടും ശരിക്കും പുള്ളിക്കാരൻ ചെയ്താൽ മാത്രമേ അത് പറ്റുള്ളൂ കേട്ടോ. ഋഷഭ് എന്ന് പറയുന്ന, അതായത് പുള്ളിക്കാരനാണ് സംവിധായകൻ. അയാൾ വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു റോള് ചെയ്യാൻ പറ്റൂ. വേറെ ആരെ കൊണ്ടുവന്ന് നടക്കില്ല, അത് ഉറപ്പാണ്. പടം കണ്ടവർക്ക് മനസ്സിലാവും. കാരണം അഴിഞ്ഞാടി, അങ്ങനെ അഴിഞ്ഞാടി എന്ന് വെച്ചാൽ അഴിഞ്ഞാടി അഭിനയിച്ച് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഋഷഭ് ആറാടുകയാണ് എന്ന് പറയേണ്ടത്. സത്യം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആക്ടർ പെട്ടെന്ന് പേര് മാത്രമേ അറിയാവൂ. ഡയറക്ടറും ആക്ടറും ആയ പുള്ളിക്കാരൻ തന്നെയാണ്. പെട്ടെന്ന് തുടക്കം മുതലേ കണ്ടോണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ പോലെ തോന്നില്ല. പിന്നെ ഒരു കാര്യം പറയാന്നുള്ളത്, നമ്മളെ ഈ കേരള കർണാടക ബോർഡർ, അതായത് ആ ഒരു ഏരിയ ആയിട്ട് വന്നു. കാരണം അതിൽ കൂടുതലും നമ്മുടെ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു കലയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അതേ ഒരു പാറ്റേൺ ആണ്. പക്ഷെ അതല്ല ശരിക്കും തെയ്യമല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തപ്പോഴത്തേനും ബൂത്ത് കൊല എന്നങ്ങാണ്ടാണ് പറയുന്നത്. അത് ഇനി നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ഒന്നും പറഞ്ഞാൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. അറിഞ്ഞൂടാത്ത കാര്യം പറയാൻ പോകുന്നില്ല. മ്യൂസിക് ഒരു രക്ഷയില്ല. എന്താ പറയുക, ഗൂസ് ബംസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാടെടുത്ത് പാർട്ടീഷൻസ് ഓഫ് മ്യൂസിക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ പാർട്ടീഷൻസും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് വിവാദമായ കാര്യം, നമ്മുടെ തൈക്കുടം ബ്രിഡ്ജിൻ്റെ മ്യൂസിക് കടമെടുത്തിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പം അത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കാം. കാരണം ഒരു 90% എനിക്ക് കേട്ടപ്പോഴും അതുപോലെ തന്നെയാണ് തോന്നിയത്. ഈ നെഗറ്റീവ് ഞാൻ പറയണമല്ല. പക്ഷേ ഈ ആ ഒരു സോങ് ഇല്ലേ, അതായത് നമ്മുടെ തൈക്കുടം ബ്രിഡ്ജിലെ നവരസയും ഇതിലുള്ള വരാഹരൂപേ ആ ഒരു പാട്ട് ശരിക്കും ഈ സിനിമയുടെ ആ ഒരു സോളെന്ന് വേണമെങ്കിൽ പറയാം. ആ പാട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. കാരണം ആ സീൻ കുറച്ച് ഭാഗങ്ങളിലും തുടക്കത്തിലും അവസാനത്തിലും കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മ്യൂസിക്കാണ് അതിൻ്റെ ഒരു സോളെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സത്യം പറഞ്ഞാൽ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേനും ഒരു തൈക്കുടം ബാൻഡിലെ ഒരു പുള്ളിക്കാരൻ എന്തോ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴും ഒരു 5-6 വർഷം മുമ്പ് അവർ ചെയ്ത നവരസ എന്ന് പറഞ്ഞ ഒരു ആൽബം സോങ്, അതിൻ്റെ സെയിം മ്യൂസിക്കാണ് ഇതിൽ അവരെടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് നോക്കി. അപ്പോൾ അത് കള്ളമല്ല, സത്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്തിട്ട് ഇത്രയും നല്ലൊരു മൂവി ഒരു നെക്ക് അടിക്കുന്നതല്ല ഇതിലൂടെ. നമ്മൾ ജസ്റ്റ് അറിഞ്ഞ കാര്യം ജസ്റ്റ് അല്ല ഞാൻ പറയുന്നല്ലോ, മൂവിയിൽ അതൊരു സോളാണ്. ഇവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നു. തൈക്കുടം പിടിച്ചുമായിട്ടും ലിങ്ക് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും കൊളാബറേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയെങ്കിലും ബാക്കി മൊത്തത്തിൽ അത് പക്ഷെ പുറത്തുള്ള കാര്യമാണ്. അതായത് സിനിമയ്ക്ക് മൂവി വിട്ടിട്ടുള്ളൊരു കാര്യമാണ് അത് പറയുന്നത്. അല്ലാതെ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ്സും പറയാനില്ല. എല്ലാവരുടെ ആക്ടിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ വരികയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പടം. ഈ പടം അങ്ങനത്തെ ഒരു പടം തന്നെയാണ്. ഈ ഇടയിൽ നമ്മൾ ഇത്രയ്ക്ക് ഒരു നല്ലൊരു എന്താ പറയുക ഒരു പടം കണ്ടിട്ടില്ല സത്യം. നമ്മുടെ ഓൺ ലാംഗ്വേജിലായാലും ഇതുവരെ എങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ചാൽ
ഈ ഋഷഭ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറിച്ച് പുള്ളിക്കാരന്റെ ഫേസ് കട്ടൊക്കെ വെച്ച് എനിക്ക് മറ്റേ ജൂനിയർ NTRന്റെ ഒരു ലുക്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഫേസ് കട്ടൊക്കെ ജസ്റ്റ് അതിനേക്കാളും എത്രയോ മടങ്ങ് ബെറ്റർ എന്നാണ്. ആക്ടിംഗ് വൈസ് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല, ഓരോരുത്തർ ആക്ടിംഗ് ഓരോ. അതെ, പക്ഷെ പുള്ളി ഒരു രക്ഷയില്ല. എടാ ഉള്ളത് പറയില്ല, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ അടിപൊളി പെർഫോമൻസ്, ഒരു രക്ഷ. നിങ്ങൾ വേറെ ഒന്നും പറയാം, നിങ്ങൾ ഇത് പോയി കാണും, തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾ അറിയേണ്ടത്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്റ്റോറിയാണ് ഇതിലുള്ള ഒരു എന്താ പറയുക, ഒരു മിസ്റ്റീരിയൽ, ഒരു മിത്തോളജിക്കൽ, എന്തൊക്കെയോ പറയാൻ നമുക്കൊന്നും പറയാൻ അതിനെക്കുറിച്ച് അറിയില്ല. ഒരു എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഋഷഭണ്ണ, നിങ്ങൾക്കൊരു ഫാനും കൂടി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ഫാൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ ഫാൻ ആയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഒന്നും പറയാനില്ല, അടിപൊളി. കാരണം നിങ്ങളുടെ എനർജിയും എല്ലാം കൊടുത്തു തന്നെയാണ് നിങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. സോ അടുത്തൊരു മൂവിയിൽ റിവ്യൂ ബ്ലോഗോ എന്തെങ്കിലും ആയിക്കോട്ടെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടിൽ ദെൻ, Niksmojo. Bye bye.